ഒരൊറ്റ ദിവസത്തെ മഴ കണ്ടപ്പോൾ എല്ലാ ദിവസവും ഇതേപോലെ മഴയായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പതിവിലും വിപരീതമായിട്ട് ഇന്ന് നല്ല രീതിയിൽ തോർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫിലോഡൻഡ്രോണിൻ്റെ ആ ഭംഗി ഒന്ന് ശ്രദ്ധിച്ചത്. മോൾഭാഗം വരെ ഫിലോഡൻഡ്രോൺ ഇങ്ങനെ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വെട്ടിക്കൊടുത്തു. ഇപ്പം നല്ല ബുഷി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു പെയിൽ യെല്ലോ ആൻഡ് ഗ്രീൻ കളറാണ്. സൺലൈറ്റ് അടിച്ചപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നതാണ്. അതുപോലെ എൻ്റെ അരേലിയ ബുഷി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് ബുഷിയായിട്ട് വന്നത്. ഏതാണ്ട് ഒരു 3 months ഒക്കെ എടുത്തു എന്ന് വേണം പറയാൻ. അരയിലേക്ക് എന്തോ ഒരു സ്മെല്ലുള്ള പോലെ തോന്നി. അപ്പോൾ ഞാനത് എന്താണ് ആ സ്മെല്ലെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. ഇത് വന്നിട്ട് ജയ്പോങ് റെഡിൻ്റെ ഒരു പ്ലാന്റും പിന്നെ നമ്മുടെ കലാത്തിയ വെറൈറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ റീസെൻ്റായിട്ട് പോട്ട് ചെയ്ത പ്ലാന്റുകളൊക്കെ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാനിന്ന് ഗാർഡനിൽ ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് പ്ലാന്റ്സൊക്കെ ശ്രദ്ധിക്കാൻ പറ്റി. നമ്മുടെ കലാത്തിയ പ്ലാന്റ് ഒന്നും അങ്ങനെ ഉണർന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ നട്ടുവെച്ച ഫിറ്റൂണിയ പ്ലാന്റും ചെറുതായിട്ടൊന്ന് എഴുന്നേറ്റിട്ടുണ്ട്. പ്ലാന്റ്സിൻ്റെ അപ്ഡേഷനൊക്കെ അറിയാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗാർഡനിൽ ഇങ്ങനെ ഇറങ്ങാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നട്ട പ്ലാന്റുകളൊക്കെ ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോഴാണ് കാക്കകൾ കൊത്തിയിട്ട റംബൂട്ടാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചെറുതായിട്ടൊന്ന് പ്ലിങ്ങായി. തോട് കണ്ടിട്ട് മറിച്ചു നോക്കിയപ്പോൾ അതിൽ കായൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷ നമ്മൾ കൈവിടലല്ലോ. അപ്പം ഞാൻ പിന്നെ നോക്കിയപ്പോൾ നല്ലൊരു റംബൂട്ടാൻ എനിക്ക് കിട്ടി കേട്ടോ.